നമുക്ക് മേജറായിട്ട് ഹാർട്ട്, ക്യാൻസർ, സ്ട്രോക്ക്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, ഇത്രയും അസുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്ന ഇതാണല്ലോ. ഇതിനൊരു അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിയാലോ, ചെറിയൊരു പ്രീമിയം കൂട്ടി കൊടുത്തോണ്ട്, ചെറിയൊരു പ്രീമിയം അത് ഒരു കമ്പനി കൊടുക്കുന്നതാണ്. ഇൻ കേസ് സ്ട്രോക്ക് വന്നു, 1 കോടി രൂപയായി, അൺലിമിറ്റഡ് ആണ്, നമുക്ക് ആ ക്ലെയിം ചെയ്യാം. നമുക്ക് പക്ഷെ മാക്സിമം 10 ലക്ഷം നമ്മുടെ കയ്യിലുള്ളൂ, പക്ഷെ നമുക്ക് ചെയ്യാം, 1 കോടി രൂപയുടെ ക്ലെയിം ചെയ്യാം. ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാലും നമ്മൾ 10 ലക്ഷത്തിന്റെ പോളിസിയിൽ ബോണസ് കയറി കഴിഞ്ഞാലും നമുക്ക് കിട്ടും. അതിനനുസരിച്ച് 100%, 1000% ബോണസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇതിനെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആണ്. നമ്മുടെ ബേസിക് ഉള്ള സംബന്ധിച്ചോടെ അവിടെ കിടക്കുകയും ചെയ്യും. ഇതിനെന്ന് വെച്ചാൽ നമുക്ക് അൺലിമിറ്റഡ് നമുക്ക് ക്ലെയിം കിട്ടുകയും ചെയ്യും. ഈ 4 കേസിനാണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പോളിസി എടുക്കുമ്പോൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരാള് അറിയാവുന്ന ഒരാളോടുണ്ടെങ്കിൽ, നല്ലൊരു അഡ്വൈസർ ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും, ഇങ്ങനെയാണ്, അതോടെ വേണോ, ഇതോടെ വേണോ. അപ്പൊ എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടും. ഞാൻ പറഞ്ഞ അതിന് കൂടി വന്നാൽ അതിനൊരു 1000 രൂപ വ്യത്യാസമുള്ളൂ. ഈ പറഞ്ഞ പോളിസിയും ഇവിടെ കൂടുതൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ വ്യത്യാസമുള്ളൂ. ഡിപ്പെൻഡിങ് ഏജ് ആണ് കേട്ടോ, അതിനെപ്പോഴും നോക്കണം. നമ്മൾ 1000 മാക്സിമം പറയുമ്പോൾ അത് കറക്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യരുത്. പക്ഷെ ഡിപ്പെൻഡിങ് ഏജ് അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരാം.